ഹലോ വെൽക്കം ബാക്ക് ടു സിബിസ് ഫ്ലേവേഴ്സ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്നോ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. രണ്ട് ലെയറായിട്ടാണ് ഇത് ഉണ്ടാവുക. അടിയിൽ ചിക്കൻ്റെ ലെയറും മുകളിൽ എഗ് വൈറ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണത് ചിക്കനിന്. പിന്നെ പാകത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് ഈ ചിക്കന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ചിക്കനെ വേവിച്ചെടുക്കാം. നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ്. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മസാലയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ചേർത്തിട്ടും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും നമ്മുടെ ചിക്കന്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് ചൂടാക്കി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല വലിയ സവാളയാണെങ്കിൽ ഒന്നെന്നെ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ അടച്ച് വെച്ചിട്ടാണ് ഇത് വഴറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള അതേ പൊടികൾ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇവ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പക്ഷേ നമ്മളിതിങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കന് ഒരു ടിക്ക ഫ്ലേവർ കിട്ടും. നല്ല ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് ഉണ്ടാവുക. ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കന് മാരിനേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കസൂരി മേത്തിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സോയാ സോസ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിസ്സ സോസ് കയ്യിലുണ്ടെങ്കിൽ ഈ ടൊമാറ്റോ സോസും സോയാ സോസും ചേർക്കുന്നതിന് പകരമായിട്ട് 2-3 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയാണ് വേണ്ടത്. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ 5 മുട്ടയുടെയും മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ 5 മുട്ടയും സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയുടെ മഞ്ഞയിലേക്ക് നമ്മൾ വഴറ്റി ചൂടാറിയിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് എഗ് വൈറ്റിൽ കുറച്ച് ഉപ്പിട്ടിട്ട് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുത്താലും മതി. ബീറ്റർ ആവുമ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് പതഞ്ഞ് കിട്ടും. ഹാൻഡ് വിസ്ക് ആവുമ്പോൾ ഒരു 10 മിനിറ്റോളം ഇത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാനായിട്ട് വേണ്ടി വരും. ഇനി ഈ പതഞ്ഞ് വന്ന മുട്ടയിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സായി കിട്ടിയാൽ മതി, പിന്നെ ഓവർ മിക്സ് ചെയ്യരുത്. ഇനി ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ തടവിയതിന് ശേഷം നമ്മൾ മുട്ടയുടെ മഞ്ഞയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ കൂട്ട് വെച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക.
എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ചിക്കൻ്റെ വൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇങ്ങനെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിതിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് കൈ വെച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്നോ കേക്ക് ഇവിടെ റെഡിയായി. 10 മിനിറ്റ് മതി ഈ കേക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. 2 ലെയറായിട്ടാണ് ഇത് ഉണ്ടാവുക. കാണാനും ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാനും. അടിഭാഗത്ത് നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ്ങും മുകളിൽ എഗ് വൈറ്റിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും കൂടെ ചേരുമ്പോൾ നല്ല കിഡിലൻ ടേസ്റ്റാണ് ഈ ചിക്കൻ സ്നോ കേക്കിന്. ഞാനിത് പ്രഷർ കുക്കർ ടീയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ചായക്ക്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല നല്ല റെസിപ്പീസുമായി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.